എറണാകുളം മൂവാറ്റുപുഴയിൽ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി പശ്ചിമ ബംഗാളിലെത്തി. പ്രതി നാട്ടിൽ എത്തിയെന്ന വിവരം കിട്ടിയിട്ടും പോലീസ് സംഘം അങ്ങോട്ട് തിരിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം 29-നാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതി സനത് മണ്ഡൽ രക്ഷപ്പെട്ടത്. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ലാൽ, ഈ പ്രതിയെ പിടിക്കാൻ പോലീസ് പോകുന്നില്ല എന്നാണോ ലാൽ? ഉന്മേഷ്, ഒരു രാത്രിയും ഒരു പകലും നീണ്ട തിരച്ചിൽ മുഴുവൻ മൂവാറ്റുപുഴ നഗരത്തിൽ നടത്തിയതാണ് പോലീസ് ഈ സനത് മണ്ഡലിന് വേണ്ടിയിട്ട്. പക്ഷേ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൂടെ ഉണ്ടായിരുന്ന ശ്രീമന്ത് മണ്ഡൽ എന്ന് പറയുന്ന ആളെ കണ്ടെത്താൻ സാധിച്ചിരുന്നു. ഇവർ രക്ഷപ്പെട്ടത് കോടതിയിൽ ഹാജരാക്കി വാഹനത്തിൽ കയറ്റുന്നതിന് മുൻപാണ്. കൈവിലങ്ങുകൾ അണിയിക്കാതെയാണ് പ്രതികളെ വാഹനത്തിൽ കയറ്റാൻ ശ്രമിച്ചത് എന്ന ഇന്റലിജൻസിന്റെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതികൾ ഓടി രക്ഷപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ആ നഗരം മുഴുവൻ അരിച്ചു പറക്കിയിട്ടും ഈ പ്രതികളെക്കുറിച്ചുള്ള ഒരു സൂചന പോലും പോലീസ് സംഘത്തിന് ലഭിച്ചിരുന്നില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ തുടരന്വേഷണം നടക്കുന്നതിനിടയിലാണ് പശ്ചിമ ബംഗാളിലെ ഇയാളുടെ വീട്ടിൽ ഇയാൾ എത്തിയിട്ടുണ്ട് എന്ന ബംഗാൾ പോലീസിൽ നിന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. പക്ഷേ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് എറണാകുളം റൂറൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വസ്തുക്കൾ മോഷ്ടിച്ച കുറ്റത്തിനാണ് ഇവരെ പിടികൂടിയിരുന്നത്. ആ വസ്തുക്കൾ കണ്ടെത്തുന്ന അടക്കമുള്ള നടപടികൾ ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിനിടയിലാണ് പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ട് പോലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുള്ള അലംഭാവം ഉണ്ടാകുന്നത്. മാത്രമല്ല, പ്രതികൾ രക്ഷപ്പെടുന്നതിന് കാരണമായ വിലങ്ങടക്കം അണിയിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കാനും ഇതുവരെ വകുപ്പ് തലത്തിലോ അല്ലെങ്കിൽ പോലീസ് തലത്തിലോ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന കാര്യവും ഇതിൽ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഉന്മേഷ്. ശരി, ലാൽ കൃഷ്ണനാണ് തൊടുപുഴയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.